അച്ഛൻ്റെയും മകൻ്റെയും ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 74ആണ്. 8 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സിൻ്റെ പകുതിയായിരിക്കും മകൻ്റെ വയസ്സ്. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്ര? നമ്മൾ ഈ ചോദ്യം നമ്മളൊരു പട്ടിക രൂപത്തിൽ ചെയ്യുകയാണ്. മകൻ്റെ പ്രായവും അച്ഛൻ്റെ പ്രായവും, ഇപ്പോഴത്തെ പ്രായം, 8 വർഷം കഴിയുമ്പോഴത്തെ പ്രായം. ആദ്യം നമുക്ക് ഇപ്പോഴത്തെ പ്രായം എഴുതുക. നമ്മളിപ്പോൾ മകൻ്റെ പ്രായം എക്സ് എന്നെടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ പ്രായം 74 കുറയ്ക്കണം എക്സ് ആണ്. കാരണം ഇപ്പോൾ അച്ഛൻ്റെയും മകൻ്റെയും വയസ്സുകളുടെ തുക 74ആണ്. അപ്പോൾ മകൻ്റെ പ്രായം എക്സ് ആണെങ്കിൽ അച്ഛൻ്റെ പ്രായം 74 കുറയ്ക്കണം എക്സ്. ഇത് ഇപ്പോഴത്തെ കാര്യം. അപ്പോൾ 8 വർഷം കഴിയുമ്പോഴോ? 8 വർഷം കഴിയുമ്പോൾ മകൻ്റെ പ്രായവും 8 കൂടും, അച്ഛൻ്റെ പ്രായവും 8 കൂടും. മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ്, അപ്പോൾ 8 വർഷം കഴിയുമ്പോൾ എക്സ് പ്ലസ് 8. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 74 കുറയ്ക്കണം എക്സ്, അപ്പോൾ 8 വർഷം കഴിയുമ്പോൾ ഇവിടെ 8 കൂട്ടുമ്പോൾ 74 82 മൈനസ് എക്സ്. ഇപ്പോൾ നമുക്ക് 8 വർഷം കഴിയുമ്പോഴത്തെ മകൻ്റെയും അച്ഛൻ്റെയും പ്രായം നമുക്കറിയാം. ഇത് തമ്മിലൊരു ബന്ധം പറയുന്നുണ്ട്. എന്താണ്? 8 വർഷം കഴിയുമ്പോൾ അച്ഛൻ്റെ വയസ്സ് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും മകൻ്റെ വയസ്സ്. അതായത് മകൻ്റെ വയസ്സ് കാണാൻ അച്ഛൻ്റെ വയസ്സിനെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. മകൻ്റെ വയസ്സ് കാണാൻ അച്ഛൻ്റെ വയസ്സിനെ 2 കൊണ്ട് ഹരിക്കുക. മകൻ്റെ വയസ്സ് എത്രയാണ്? എക്സ് പ്ലസ് 8 സമം അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? 82 മൈനസ് എക്സ് ബൈ 2. ഇതൊരു സമവാക്യമാണ്. നമ്മൾ ഈ ബൈ 2 സമത്തിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുമ്പോൾ ഇൻറ്റു 2 ആവും. അപ്പോൾ 2 ഇൻറ്റു എക്സ് പ്ലസ് 8 സമം 82 മൈനസ് എക്സ്. 2 കൊണ്ട് ബ്രാക്കറ്റ് 2 ഗുണിക്കണം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 8 16 സമം 82 മൈനസ് എക്സ്. എക്സ് എല്ലാം ഒരു ഭാഗത്ത് എഴുതുകയാണ്. ഇവിടെ 2x ഉണ്ട്, മൈനസ് എക്സ് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 2x പ്ലസ് എക്സ് സമം ഇവിടെ 82 ഉണ്ട്, ഈ പ്ലസ് 16 ഇങ്ങോട്ട് കൊണ്ടുവന്നു, മൈനസ് 16. 2xും 1x കൂട്ടിയ 3x സമം 82 16 കുറച്ച് 66. അപ്പോൾ എക്സ് സമം 66/3 22 എന്ന് കിട്ടും എക്സിൻ്റെ വില. നമുക്ക് കാണേണ്ടത് എന്താ? ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് ഈ പട്ടികയിൽ നോക്കുമ്പോൾ ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 74 കുറയ്ക്കണം എക്സ് ആണ്. അത് കാണുക നമ്മൾ. ഇപ്പോൾ അച്ഛൻ്റെ വയസ്സ് 74 കുറയ്ക്കണം എക്സ്. 74 കുറയ്ക്കണം എക്സിൻ്റെ വില കൊടുത്തു 22. ഉത്തരം 52.